ഗായ്സ്, ഇപ്പോൾ ഇത് സ്റ്റോറി ചാലഞ്ചാണ്. നമുക്കിവിടെ അപ്പോൾ 2 ഗസ്റ്റുകളുണ്ട്. ഒന്ന് ഇഷാനാണ്, മറ്റൊന്നത് നമ്മുടെ മെഹനക്കുട്ടിയാണ്. അപ്പോൾ ആദ്യത്തെ നമുക്കിത് മെഹനക്കുട്ടിയാണ്. അപ്പോൾ മെഹന ഒരു സ്റ്റോറി പറയൂ. ഞാനൊരു മലയാളം സ്റ്റോറിയാണ് പറയുന്നത്. പറഞ്ഞോ. ഒരിടത്ത് ഒരു കാട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി കാട്ടിൽ നിന്ന് ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്ത് പോയി കളിക്കാൻ പോയി. പക്ഷെ അവിടെ ആരോ ഇങ്ങനെ ചെടിയിൽ ഇങ്ങനെ കുലുങ്ങുന്നു. ആ കുട്ടിയോടെ വീട്ടിൽ പോയി. എന്നിട്ട് അമ്മനോട് പറഞ്ഞ, അമ്മ അമ്മ അവിടെ ഇതാ ചെടിയിൽ എന്തോ ഇങ്ങനെ അനങ്ങുന്നു. എന്നിട്ട് അമ്മ വാ മോനെ ഞങ്ങൾക്ക് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അവർ പോയി നോക്കി. നോക്കുന്നുണ്ട് അവിടെ കുഞ്ഞി പൂച്ച ഇരിക്കുന്നു. ആ കുഞ്ഞിക്കുട്ടി പറഞ്ഞ്, എനിക്ക് ആ പൂച്ചനെ എടുക്കണം, എനിക്ക് ആ പൂച്ചനെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന്. പക്ഷെ അമ്മ എന്താ പറഞ്ഞേ, ഇല്ല, കൊണ്ടുപോയാൽ തന്നെ പ്രശ്നമാവും. ആ പൂച്ച എന്തൊക്കെ ചെയ്യുന്ന എനിക്ക് അറിയില്ലേ. എന്നിട്ട് ആ കുട്ടി പറഞ്ഞ്, ചെയ്യുന്നൊക്കെ എനിക്ക് അറിയാം, പക്ഷെ എന്നാലും എനിക്ക് ആ പൂച്ചന് വേണം. അമ്മ ആ പൂച്ചനെ നോക്ക്, ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ, അമ്മക്ക് കാണുമ്പോൾ മനസ്സിലായിക്കോളും, നോക്ക്. അപ്പം അങ്ങനെ കുഞ്ഞു വാശി പിടിച്ച് അമ്മ നോക്കി. അപ്പം അമ്മക്ക് ഭയങ്കര പാവം തോന്നി. അമ്മയും ലാസ്റ്റ് പറഞ്ഞു, എന്നാ വാ മോനെ ഞങ്ങൾക്ക് ആ പൂച്ചനെ എടുത്താന്ന്. പക്ഷേ ആ മോന് പറയുന്നു, ഒരമ്മ എനിക്കൊന്ന് പൂച്ചനെ എടുത്ത് പോ കണ്ടേ. എന്നിട്ട് അമ്മ ഭയങ്കര പേടിയാ ആ പൂച്ചനെ ഇങ്ങനെ എടുത്ത്. എന്നിട്ട് ആ കുഞ്ഞിയുടെ ധൈര്യം കാണിച്ചെടുത്ത് ആ പൂച്ചനെടുത്ത് വാവനെടുക്കുന്ന പോലെ ഇങ്ങനെ എടുത്ത് വീട്ടിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോയി. ലാസ്റ്റ് അവർ രാത്രി ആയി. എന്നിട്ട് അവർ ഉറങ്ങി. എന്നിട്ട് ആ പൂച്ചനെ കൂട്ടിക്കിടത്താൻ പുറത്ത് കൂടുന്നില്ലാത്തതുകൊണ്ട് അവിടെ ഇങ്ങനെ കിടത്തി. എന്നിട്ട് ലാസ്റ്റ് ഒരു പുലി വന്നു. ആ പുലി വന്ന് ആ പൂച്ചനെ കടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ആ കുഞ്ഞും അമ്മയും രാവിലെ എണീച്ച് പൂച്ചന് പാലും ഫുഡും കൊടുക്കാൻ നോക്കുമ്പോൾ അവിടെ പൂച്ചയില്ല. എന്നിട്ടാണ് ആ കുഞ്ഞു മുറ്റത്തിറങ്ങി ആ പൂച്ചനെ നോക്കാൻ പോകുമ്പോൾ പൂച്ച അവിടെ ചത്തെടുത്തത്. താങ്ക് യു, ബൈ. Wow, that was a good performance. അതൊരു നല്ല സ്റ്റോറി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വരുന്നത് ഇഷാനാണ്. അപ്പോൾ ഇഷാൻ എന്താ ചെയ്യാൻ പോന്നെ? മലയാളം സ്റ്റോറി. അപ്പോൾ ഇവിടെ ഇരുന്നോളൂ, നമുക്കപ്പോൾ ഇഷാൻ വരുവാണേ. ഓക്കെ ഇഷാൻ, അപ്പോൾ ഒരു തുടങ്ങിക്കോ, നമുക്ക് പോകാം. ഒരു സ്ഥലത്ത് അപ്പോൾ ചിട്ടു എന്ന ഒരു ചെറിയ കുട്ടികളുണ്ടായിരുന്നു. അവർ ഉണ്ടനും ഉണ്ടിയായിരുന്നു. ഉണ്ടൻ ഭയങ്കര കുസൃതിക്കാരനായിരുന്നു, അതുപോലെ ഉണ്ടി ഭയങ്കര തീറ്റക്കാരിയായിരുന്നു. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഉണ്ണിയപ്പത്തിൻ്റെ നല്ല മണം വന്നു. ഉണ്ടി നോക്കിയപ്പോൾ നല്ല മണം. അപ്പോൾ ഉണ്ടനോട് പറഞ്ഞു, നമുക്കൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ? അപ്പോൾ ഉണ്ടൻ പറഞ്ഞു, എനിക്ക് ഉണ്ടപ്പം ഉണ്ടാക്കാൻ അറിയോ? അതൊക്കെ എനിക്കറിയാം. എന്നാ നീ നിന്റെ വീട്ടിൽ പോയി വിറകെടുത്തോണ്ട് വാ. അങ്ങനെ ഉണ്ടി കാട്ടിപ്പോയി വിറകെടുത്തോണ്ട് വന്നു. പിന്നെ ഉണ്ടനും ഉണ്ടിയോ കാട്ടിൽ പോയി മാങ്ങ പറിക്കാൻ പോയി. രണ്ടാളും യാത്രയായി, മാങ്ങ പറിച്ചു. എന്നിട്ട് അപ്പോൾ ഉണ്ടി പറഞ്ഞു, ഇനി ഉണ്ടൻ്റെ തലയിൽ ആരും മാങ്ങ കയറ്റി വെക്കും. അപ്പോൾ ഒരു വെള്ള പുലി വന്നു. എന്നിട്ട് പുലി എല്ലാം കേട്ടു. എന്നിട്ട് പുലി അവൻ്റെ രണ്ടാളുടെയും മേത്തേക്ക് പ്രത്യക്ഷനായി. അപ്പം ആ ഉണ്ടനും ഉണ്ടിയും പേടിച്ചു പോയി. അപ്പം പുലി പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ ഒന്നും ചെയ്യൂല, നിങ്ങൾ പറയുന്ന എല്ലാം ഞാൻ കേട്ടു. അതിലെ 10 ഉണ്ണിയപ്പം എനിക്ക്, ബാക്കി നിങ്ങളെടുത്തോ, നിങ്ങൾക്ക് ഈ മാങ്ങ എടുക്കാൻ ഞാൻ സഹായിക്കാം. അപ്പോൾ ഉണ്ടനും ഉണ്ടിയും സമ്മതിച്ചു. എന്നിട്ട് അവർ വീട്ടിൽ പോയി. എന്നിട്ട് എല്ലാ ഉണ്ണിയപ്പവും അവരെന്നെ കഴിച്ചു. ലാസ്റ്റ് 2 ഉണ്ണിയപ്പം ഉണ്ടനറിയാതെ ഉണ്ടി അത് കഴിച്ചു. ഉണ്ടി അറിയാതെ ഉണ്ടൻ ഓർണം കഴിച്ചു. പിന്നെ ആകെ രാത്രിയായി. എന്നിട്ട് പുലി വന്നു. അപ്പോൾ ഉണ്ടനും ഉണ്ടിക്കും ഭയങ്കര പേടിയായി.
അപ്പോൾ ഉണ്ടനൊരു ഐഡിയ വന്നു. അപ്പോൾ കിണറ്റിലൊരു പച്ചവെള്ളം ഒഴിച്ചു, സ്റ്റെപ്പിലൊരു ആണി വെച്ചു. അപ്പോൾ പുലി കയറി വന്നപ്പോൾ കിണറ്റിൽ എന്തോ വെള്ളം കണ്ടു. അപ്പോൾ പുലി വീട്ടിൽ കയറി. അപ്പം തന്നെയും സ്റ്റെപ്പിൽ കയറിയപ്പോൾ പടക്കോ ഒന്ന് വീണു. അപ്പോൾ പുലി പുറത്തേക്ക് ചാടിപ്പോയി. അപ്പം ജനാല തുറന്നിരിക്കുന്നത് കണ്ടു. പിന്നെ പുലി തെന്നി കണത്തിലേക്ക് വീണു. പിന്നെ ഉണ്ടിയും സ്റ്റെപ്പിൽ നിന്ന് വീണ് അതിന്ന് വീണ് നേരെ കിണറ്റിലേക്ക് വീണു. ഇത്രേ ഉള്ളൂ. നമസ്കാരം. Wow, that was a great performance. Very good. ഇനി വരാൻ പോകുന്നത് ഞാൻ തന്നെയാണ്. ഞാനും ഒരു മലയാളം പാട്ടാണ് പാടാൻ പോകുന്നത്. ഈ കഥ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്രാബും ഈഗിളുമായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്രാബും ഈഗിളുമായിട്ടുണ്ട്. ഒരു കുഞ്ഞു ക്രാബ് ആയിരുന്നു, അത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു ഈഗിള് വന്ന് അതിനിങ്ങനെ കൊത്തി കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു ക്രാബാണ്, ഭയങ്കര ബുദ്ധിയുള്ള ക്രാബാണ്. അത് കഴിഞ്ഞിട്ട് അതങ്ങനെ പറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ഒരു മരത്തിലെത്തിയപ്പോ അതിന് തിന്നാൻ പോകുമ്പോ ക്രാബ് പറഞ്ഞു, ചേട്ടാ ചേട്ടാ, ഇവിടെ എൻ്റെ അണ്ണന്മാരുണ്ട്. അണ്ണന്മാരായിട്ട് അറിഞ്ഞായില്ലേ, എന്നെ കൊല്ലുന്നത് അണ്ണന്മാരായിട്ട് അറിഞ്ഞാ നിന്നെ തീർക്കും. അപ്പൊ അണ്ണ വേറെ സ്ഥലത്ത് പോയിട്ട് എന്നെ തിന്നോ. അപ്പോ ആ ഈഗളിന് ഒരു സംശയം തോന്നി, അങ്ങനെയാണോ ആയാലോ എന്ന് പറഞ്ഞിട്ട് പറന്നു പോയി. അങ്ങനെ എത്തിയത് ഒരു വീട്ടിന്റെ റൂഫിലാണ് എത്തിയത്. റൂഫിലെത്തിയിട്ട് തിന്നാൻ പോകുമ്പോ ആ ക്രാബ് നിക്കി ഇവിടെയല്ലേ എന്റെ അമ്മ ജീവിക്കുന്നുണ്ട്. അമ്മ ഒരു കൊലക്കാരിയാട്ടോ, എന്നാറ്റും കൊല്ലത്തെന്ന് അറിഞ്ഞാലേ ദേനെ കണ്ണൊത്തി പൊട്ടിക്കും. അപ്പൊ അവനൊരു സംശയം തോന്നി, ഇവനെങ്ങാനും എന്നെ പറ്റിക്കുവാണോ. അപ്പൊ ആ ക്രാബ് പറഞ്ഞു, അല്ല ചേട്ടാ, ഞാൻ പറ്റിക്കുകയില്ല, എനിക്കൊരു പറ്റിക്കുന്ന സ്വഭാവമേ ഇല്ല, എൻ്റെ അമ്മ പഠിപ്പിച്ച. അപ്പൊ ഈഗിള് പറഞ്ഞു, എന്നാ ശരി. അതെന്തവർ വേഗത്തി എന്താണ് ഒരു ഷോപ്പിന്റെ മുകളിലെത്തി. അത് പിന്നെ കഴിക്കാൻ പോകുമ്പോ പിന്നെ അല്ലേ ആ ക്രാബ് പറഞ്ഞു, നിക്ക് ചേട്ടാ, ചേട്ടന്റെ കൊമ്പില്ലേ നല്ല മൂർച്ചയൊന്നുമില്ല, എന്നെ വേദനിപ്പിക്കാതെ കൊല്ലണമെങ്കിൽ ചേട്ടന്റെ ഇതില് മൂർച്ച വേണം. അപ്പൊ ഈഗിള് പറഞ്ഞു, ശരിയാണല്ലോ. അപ്പൊ ആ ക്രാബ് പറഞ്ഞതേ അവിടെ ഇരിക്കുന്ന ഒരു ഗ്ലാസിനെ കൊണ്ട് ഇങ്ങനെ മൂർച്ചയാക്കോ. അപ്പൊ അതിന് പോയി. അപ്പൊ ആ കിണറ്റിലല്ലേ നിന്നേ, അത് ഇതിലല്ലേ നിന്നേ. അപ്പൊ പിന്നെ ക്രാബിനെ കാണാനല്ല, ആ ക്രാബ് തപ്പോന്ന് പറഞ്ഞ് താഴെ വീണു. അപ്പൊ ഇവന് എവിടെ പോയി. പിന്നെ നോക്കുമ്പോണ്ട് ആ ക്രാബ് വിളിക്കുന്നത്, ചേട്ടാ ഞാനിവിടെ ഉണ്ട്, എന്നെ പിടിക്ക്, എന്നെ തിന്ന്. അപ്പൊ ക്രാബ് എന്ന് വെച്ചാൽ ഈഗിള് പറഞ്ഞു, ചേടാ ഇതെന്ത് കഥ. മേളിലിരിക്കുന്ന ഒരു തുമ്പത്തിരിക്കുന്ന ഒരു കാക്ക പറഞ്ഞു, ഹേയ് ബുദ്ധി പോരാ, അല്ല ശക്തി പോരാ, ബുദ്ധിയും വേണം. ഇങ്ങനെ ഈ കഥ അവസാനിച്ച ആ ക്രാബിനെ വെറുതെ വിട്ട് അവൻ പറന്നു പോയി. ഇത്രയുള്ളൂ എൻ്റെ കഥ. അടുത്തത് വരുന്നത് ഇംഗ്ലീഷ് കഥയാണ്. ഇംഗ്ലീഷ് കഥ ആദ്യം പറയാൻ പോകുന്നത് നമ്മുടെ മെഹന കുഞ്ഞാണ്. ഇംഗ്ലീഷ് സ്റ്റോറി അത് കുറെ ഉണ്ടെങ്കിലും അതിനകത്ത് നല്ലതാ ഞാൻ പറയാം. One day the little girl was there. The little girl asked the mummy, "Where is my toy?" The mummy said, "I don't know where is your toy. You keep your toy. Then why you are asking to me?" Huh? Then the mommy said, no, the kid said, "Yeah, you take it and keep it somewhere. I'm not keeping it somewhere." The mommy said, "No, you are keeping and playing that, no?" Then the baby said, "No, I'm not playing. I want my toy." The baby cried and be angry, and the baby got to her room. The mommy called, "Baby, baby," and knocked the door. Then the baby was not there. Baby run and go outside. Mommy didn't look there.
mommy's was on the mommy's on the kitchen, and the baby was very scared. The baby walking on the forest. In the forest, there was a lion. The baby played with the lion, and the lion like. And the mommy going to the forest. The baby was playing with lion, and the mommy take the baby. And the lion said, "No, I am playing with him. Give me my kid." And the mommy said, "No, this is my kid, not your kid, okay?" And the mommy said, and then lion and the tiger said, "No, you're saying lie. No, my kid." And the kid said, "Yes, mommy, you are not my mom. She's my mom." And after that, a moral of the story is ask your mommy where is our things. The mommy said no, don't. The mommy said, "Mommy will be angry. Don't go outside. Otherwise, you will be others' mommy." Okay, bye. Oh, that was a great performance. ഇനി പറയാൻ പോകുന്നത് ഞാനാണ്. ഒരു ഇംഗ്ലീഷ് സ്റ്റോറിയാണ്. ഈ കഥയുടെ എന്താ ഇപ്പൊ റാബിറ്റ് ആൻഡ് ദ ടോർട്ടോയ്സ്. എല്ലാവർക്കും അറിയാം ഈ സ്റ്റോറി. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇത് this story about the rabbit and the tortoise. One day there was a rabbit named Hare, and his friend's name is tortoise named Tiro. And Hare and Tiro was best friend, but Hare has laughed at the Tiro. Do you know why? Because do you know the turtle has a very slow movements. He can't go very fast. The hare was laughing at him and he felt sad. After so many days, they have race. So the race and the tortoise were the pushes, and the finish line was very far from them. So the rabbit was going faster. He looked back. He saw the Tiro, and he said, he will not get win. I will get win. He will come very slow, so I can sleep for some times. So the hare go under the tree and sleep there. After that, the hare woke up. He was surprised. He saw the Tory winning. He go very fast, but he can't win the race. The moral of the story is don't laugh at others. Thank you. Now next we have Ishan here. Come. Okay, you can start. There is 2 boys and 2 girls. The first boy's name is Motherland and second boy's name is Kiko. And the first girl's name is Ayana and the second name is Mahana. There is one Bablu. He is very fast killer. He have one super Autroksha. He is a killer. He kidnapped Mahana and Ayana, and he see Motherland.
He kidnapped Motherland also, but Super Speedo is not there. Super Speedo in the city, he's walking, but his watch is blinking like this, tin, tin, tin. He know there is scared thing. There is one problem. Then he told like this, please come Super Speedo. Then Super Speedo come. That is a car. He sit in car. He Super Speedo go fast and see Bablu. So Kiko hit Bablu and he said to Bablu, don't kidnap anyone or my friends. I will kill you. And Bablu said like this, I will kidnap all. But Super Speedo hit Bablu and police come and arrest Bablu. Thank you. Wow, that was a great performance. And this was an English and Malayalam story telling which one is your favorite. Please comment, like and subscribe.